ഹലോ ഫ്രണ്ട്സ്, അലീനയുടെ മനുവിൻ്റെ വരാനിരിക്കുന്നൊരു വീഡിയോയിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണാൻ നല്ലുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ മനു രോഹിത്തും കൂടി ചേർന്ന റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. DNA ടെസ്റ്റ് നടത്തിയിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം കാറ് വന്നിരിക്കുമ്പോഴത്തേക്ക് സംസാരിക്കുകയാണ്, എടാ മനു അല്ല രോഹിത്തെ, ഇനി നീ നിൻ്റെ കുടുംബം നോക്കണോടാ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മനുവേട്ടാ, ഈ റിസൾട്ട് വന്നതിന് ശേഷം എൻ്റെ ചേച്ചിയാണ് അലീനെ ഞാൻ തെളിഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ചേച്ചിനെ ചേർത്ത് പിടിക്കും, അതല്ല അച്ഛൻ്റെ മോളല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ അലീനെ വെച്ചോണ്ട് ഇരിക്കത്തില്ല, ഞാൻ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഞാൻ ആ ചേച്ചി അല്ലാതെ അലീന വന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ ഒരുപാട് വിഷയങ്ങളുണ്ടായത്. അമ്മയും അച്ഛനും തമ്മിൽ പിണക്കവും കാര്യങ്ങളും എല്ലാം ഉണ്ടായതെന്ന് പറയുമ്പോഴത്തേക്ക് എടാ നീ അങ്ങനെ കരുതണ്ട അടിച്ചിറക്കോ കാര്യങ്ങളൊക്കെ അതൊക്കെ നിൻ്റെ ഇഷ്ടം, പക്ഷെ അവൾ വന്നതിന് ശേഷമാണ്. അല്ലാതെ തന്നെ നിങ്ങൾ അച്ഛനും അമ്മയും സ്വരച്ചേർച്ചയില്ലെന്ന് ചോദിച്ചു. അത് പണ്ട് തൊട്ടേ അച്ഛനും അമ്മയും സ്വരച്ചേർച്ച ചൊവ്വേന്നേരം ഇല്ലാത്ത ആൾക്കാരാണ്. കാരണം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും എപ്പോഴും വഴക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ ക്ഷമിച്ചു പോകുന്ന അച്ഛനാണ്. പക്ഷേ ഈ പ്രാവശ്യം അത്ര അച്ഛൻ എന്നെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഓർത്തിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മോളല്ലേ, അപ്പോൾ അച്ഛനല്ലല്ലോ ദേഷ്യപ്പെടണം, അമ്മയല്ലേ ദേഷ്യപ്പെടണമെന്ന് പറയുമ്പോഴത്തേക്ക് എടാ ശരിയാണ്. പക്ഷേ ഈ അലീന വന്നതിന് ശേഷം ശരിക്കും അമ്മ അതിൻ്റെ അമ്മ അലീനയായിട്ട് ഒരുപാട് വിഷമിപ്പിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു. മാത്രമല്ല ഈ ഉപദ്രവവും കാര്യങ്ങളെല്ലാം കാണുമ്പോഴത്തേക്ക് സ്വന്തം മകൾക്കുള്ള ഉപദ്രവം കാണുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിൻ്റെ അപ്പനൊരു വിഷമം ഉണ്ടാകത്തില്ല. ആ വിഷമത്തിൻ്റെ പേരിലൊക്കെ ആയിരിക്കും ഇങ്ങനെ ഇത്. പിന്നെ അത് രണ്ടുപേരും അകൽച്ചുണ്ട്. മാത്രമല്ല നിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ അച്ഛൻ കാണിക്കുന്ന ഉപദ്രവം കാണുമ്പോഴത്തേക്ക് മാത്രമല്ല ദേഷ്യം കാണുമ്പോഴത്തേക്ക് നിൻ്റെ അമ്മയ്ക്ക് കാരണം നിൻ്റെ അലിനെയും നിൻ്റെ അച്ഛനും തമ്മിലുള്ള ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ പിന്നെ നിങ്ങളുടെ അമ്മയും വെറുപ്പ് കാണിക്കില്ല. അപ്പോൾ ആ രണ്ട് വെറുപ്പും കൂടി വന്നുകൊണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും കുഴപ്പമില്ല മനുവേട്ടാ, ഞാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ വ്യക്തമായിട്ടൊരു തീരുമാനത്തോടെ മാത്രം മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുള്ളത് പറയാം. ഉടനെ നീ എൻ്റെ അമ്മയോട് പറഞ്ഞ കറക്റ്റ് കാര്യമാണെന്ന് ചോദിച്ചു. എന്താ മനോട്ട് എനിക്ക് മനസ്സിലായില്ലെന്ന് പറയാം. ഞാൻ മേലെ നിൽക്കുന്നു കേട്ടായിരുന്നു, ഇനി ഞാൻ നന്നാകും, കാരണം ഞാൻ നന്നായി ജീവിച്ചേ പറ്റത്തുള്ളൂ. അതേ മനോട്ടെ, ഞാൻ അങ്ങനെ തന്നെ തീരുമാനിച്ചത്. കാരണം ഞാൻ ഇതിപ്പം ഹരി മാത്രമല്ലോ, ഹരിയുടെ കൂടെ ചേർന്ന് ഞാനും കൂടി തെറ്റ് ചെയ്തുകൊണ്ടാണല്ലോ എനിക്കിപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ ആ തെറ്റിന് പങ്കാളികളാകാതെ ഇരിക്കുമായിരുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരു വിഷയങ്ങളുണ്ടാകും. ഇപ്പം ഞാൻ കാരണം കൊണ്ട് എൻ്റെ പെങ്ങന്മാർ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ ഇവരെല്ലാം സമൂഹത്തിന് മതി നാണം കെട്ടി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ കാരണം കൊണ്ട് ഒരു വിഷയം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഏറ്റവും ബെറ്ററായിട്ട് ജീവിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും മനുപരമാണ് അത് നല്ലതാ. പക്ഷേ ഒരു കാര്യമുണ്ട്, കാരണം ഞാൻ നിൻ്റെ ഈ വിഷയം മാത്രമല്ല നിൻ്റെ അച്ഛൻ അനുഭവിക്കുന്നതായിട്ടുള്ള വേദനകളുണ്ട്. കാരണം നിൻ്റെ കൂടെ നിൻ്റെ അമ്മയുടെ കൂടെ പിന്നെ ഈ നിൻ്റെ ഭവിതയ്ക്ക് ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടല്ലോ, അതും കൂടെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അതും ശ്രദ്ധിക്കാം. പക്ഷേ ബബിതേനെ ഹരി തൊട്ടതും അല്ല ഹരിയുടെ മറ്റേ വീഡിയോ ഇരിക്കുന്നതൊക്കെ ഞാൻ അറിഞ്ഞു. അവനെ ഞാൻ എന്നാ ചെയ്യാനാ, അവൻ എൻ്റെ പെങ്ങളെ കയറി പിടിച്ചല്ലോ എന്നുള്ള രീതി പറയുമ്പോഴത്തേക്ക് നീ അത് പറയാൻ നിനക്ക് എന്നെ യോഗ്യതയുള്ള. കാരണം നീ കണ്ടവന്മാരുടെ പെങ്ങളെ, അതായത് മറ്റേ ശരണേ പെങ്കൊച്ചിനെ കയറി പിടിക്കാൻ നിനക്കും ഹരിക്കും മറ്റു കൂട്ടർക്കെല്ലാം പറ്റിയല്ലോ. അപ്പോൾ സ്വന്തം പെങ്കൊരു പ്രശ്നം വന്നു പറയുമ്പോൾ നിനക്കൊക്കെ നോവുന്നുണ്ടല്ലോടാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതല്ല ഹരിയേട്ടൻ, ഞാൻ അങ്ങനെ ഒരു തെറ്റായിട്ട് ഉദ്ദേശത്തോടല്ല ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇനിയെങ്കിലും നോക്കിങ്ങോട്ട് നീ കാരണം കൊണ്ട് ആ കൊച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾ നിനക്കറിയാമെന്ന് ചോദിച്ചു. എനിക്ക് മനസ്സിലായില്ല മനുവേട്ട എന്ന് പറയുമ്പോഴത്തേക്ക് എടാ നീ കാരണം കൊണ്ട് നിനക്ക് സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആദ്യം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അലീന ആ കൊച്ചിനെ കാണാൻ പോയപ്പോഴത്തേക്ക് ഒരുപാട് വിഷയം അലീനയ്ക്കുണ്ടായി. അവളെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാനൊക്കെ നോക്കി, അതിൽ നിന്നെല്ലാം തരണം ചെയ്താണ് അലീന അവിടെ ചെന്നത്. അവിടെ ചെന്ന് ആ പെങ്കൊച്ചിൻ്റെ അടുത്ത് സംസാരിച്ച് ഇടപെട്ട് അവളെ റിക്കവറാക്കാൻ വന്നപ്പോഴത്തേക്ക് നിന്നോടും പിന്നെ അലീനോടുള്ള മനസ്സലിവ് കൊണ്ടാണ് ആ കൊച്ചി സത്യാവസ്ഥ പറഞ്ഞത്. ആ സമയത്ത് ആ കൊച്ചിനെ സഹായിക്കാൻ നിന്നതായിട്ടുള്ള പാർട്ടിക്കാരും സംഘടനക്കാരും പോലീസുകാർ ഇവരെല്ലാവരും ഇപ്പം മാറിയിട്ടുണ്ട്. ഇപ്പം എല്ലാവരും അവൾക്കെതിരെ നിൽക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ അവൾ ഒരിക്കലും ഇങ്ങനെ ഒരു അതായത് അതിജീവിതമായിട്ട് നിൽക്കുക. കാരണം പീഡനത്തിനിരയാക്കപ്പെട്ട പെണ്ണ് ഇനി എങ്ങനെ സമൂഹത്തിൽ ജീവിക്കും എന്നൊക്കെ അവളോട് ഒരുപാട് പേര് പറഞ്ഞു കൊടുത്തെങ്കിൽ പോലും അത് ശ്രദ്ധിക്കാതെ, കാരണം നീ രക്ഷപ്പെടണം, കാരണം നീ അവളെ തൊട്ടിട്ടില്ല എന്നുള്ള ഒരൊറ്റ ചിന്താഗതിയിൽ അവൾ കോടതി കയറി സാക്ഷി പറഞ്ഞു. അപ്പോൾ നീ ഇപ്പം കാരണം പറഞ്ഞാൽ നീ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവളെ രക്ഷപ്പെടുത്താൻ നോക്കണം. നിനക്ക് പറ്റുന്ന സമയത്ത് പറ്റുന്ന കാലഘട്ടത്തിൽ നിനക്ക് അവൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നുള്ള ഏറ്റവും ബെറ്ററായിട്ട് അവൾക്ക് ചെയ്ത് കൊടുത്തേ പറ്റൂ. അപ്പോഴാണ് നിനക്ക് ഇത്തിരി മനസ്സമാധാനവും കാര്യങ്ങളും ഉണ്ടെന്ന് ആ കുടുംബത്തോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കനിവാണ്. കാരണം ഞാൻ നിൻ്റെ സാക്ഷി ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ വീട്ടിൽ അവളുടെ സംഘടനക്കാരും മറ്റൊരെല്ലാവരും അവളെ എതിർത്തു, അവൾക്കെതിരെ നിൽക്കുകയാണ്. എല്ലാവരും അവൾക്കെതിരെ നിൽക്കുകയാണ്. എങ്ങനെയും നീ പറഞ്ഞ് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് ശരിയാണ് മനോടെ ചെയ്യാം. ഇനിയിപ്പം ഈ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചെയ്തതായിട്ടുള്ള തെറ്റ്, കാരണം ഒന്നാമത്തെ കാര്യം എൻ്റെ ചേച്ചി ഇപ്പോൾ എല്ലാവരും പറയപ്പെടുന്നതായിട്ടുള്ള അലീനയോട് ഞാൻ തെറ്റ് ചെയ്തു. കാരണം അന്ന് ആ ചേച്ചി
അല്ല അന്ന് അലീന ആ കത്രിക എടുത്ത് കുത്താൻ സ്വയം കുത്തി മുറിവേൽപ്പിക്കാണ്ടിരിക്കുകയാണ് ഞാൻ അവളെ പീഡിപ്പിച്ചത്. എൻ്റെ സ്വന്തം പെങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപമര്യാദ ഞാൻ പോയവൻ, അല്ലെങ്കിൽ തോന്നിയവസാനം അറിയാൻ. പക്ഷേ ഇപ്പം അതിനും ഒരു പ്രായശ്ചിത്തമായിട്ട് ഇനി അവളെ കൂട്ടിച്ചേർത്ത് വെക്കണം, കൂടെ നിർത്തണം. അവൾക്ക് വേണ്ടി എന്ത് വേണം ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ചേച്ചിക്ക് അലീനയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുന്നത് അത് ഇത് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് നീ ഇപ്പോഴത്തെ നിൻ്റെ നിലപാട് നിൻ്റെ ചിന്താഗതി എല്ലാം നല്ലതാണ് രോഹിത്തെ. നീ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകണം. യാതൊരു കാരണവശാലും ആര് പറഞ്ഞൊന്നും കേൾക്കരുത്. നിനക്ക് നിൻ്റെതായിട്ടുള്ള മനസ്സിനോടും നിനക്ക് നിൻ്റെതായിട്ടുള്ള ശരീരത്തിനോടും അല്ലാതെ നിനക്കിപ്പോൾ ഒരു റെസ്പെക്റ്റും അല്ലാതെ ഒരു ജീവിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടല്ലോ, അത് വെച്ച് മുമ്പോട്ട് പോകും. ജീവിക്കണം എന്ന് ആഗ്രഹിച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ നന്നാകണം എന്ന് ആഗ്രഹിച്ചാൽ മാത്രം നന്നായി കാണും. അതിനുള്ള വഴി ദൈവം ഒരുക്കി തരും. ഇപ്പം നീ പൊയ്ക്കൊണ്ടിരിക്കുന്ന പാത നല്ലതാണ്, പൊക്കണം, അങ്ങനെ തന്നെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശരി അനുവേണ്ടത്. അപ്പുറം റിസൾട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് DNA നോക്കുമ്പോഴത്തേക്ക് അലീനയുടെയും രോഹിത്തിൻ്റെയും സാമ്പിളെല്ലാം ക്ലിയർ. ഒരാളുടെ ഒരപ്പൻ്റെ ഒരമ്മയുടെയൊക്കെ DNA ടെസ്റ്റ് അല്ല സാമ്പിൾ പോലെ തന്നെ ക്ലിയർ ആയിട്ട് ഒരപ്പൻ്റെ മക്കളാണെന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് മനുവേട്ട വളരെ ഉപകാരം. ഇത് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് മനു പറയണേ, നിനക്കിനി വേണ ഒരു ടെസ്റ്റ് നടത്താം, നിനക്കിനി വേണേൽ ഒരു ടെസ്റ്റും കൂടെ വേറെ എവിടെയെങ്കിലും നിനക്ക് ഞാനില്ലാത്ത സമയത്ത് വേറെ എവിടെ ടെസ്റ്റ് നടത്താം എന്ന് പറയുമ്പോൾ ഇത് ഏറ്റവും ബെറ്റർ ലാഭമാണ്, ഞാൻ കള്ളത്തിലൊന്നും കാണിച്ചില്ലെന്ന് പറയുന്നത്. ഇല്ല മനുവേട്ടൻ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, മനുവേട്ടൻ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, കൂടുതലായിട്ട് വിശ്വസിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ടെസ്റ്റ് മതി, ഇനി ഒരു ടെസ്റ്റ് വേണ്ട, ഞാൻ എൻ്റെ ചേച്ചിനെ ഞാൻ ചേർത്ത് പിടിക്കും, ഇനി ഞാൻ അലീനെ വിട്ടു കൊടുക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനു രോഹിത്തും കൂടെ പിരിയുവാണ്. എന്നിട്ട് രോഹിത് നേരെ വീട്ടിൽ കയറി പോകണം. അപ്പോഴത്തേക്ക് നമ്മുടെ മനു ബാലേന്ദ്രനെ വിളിക്കണം, അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയാം. ഇതുപോലെ ടെസ്റ്റ് നടത്തി, DNA ടെസ്റ്റ് നടത്തിയപ്പോഴത്തേക്ക് ഒരപ്പൻ്റെ മക്കളാണ് അല്ല ഒരു അമ്മയുടെ മക്കളാണ് രണ്ടുപേരും എന്ന് രോഹിത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൻ നോക്കിക്കോളും അങ്ങളുടെ പകുതിയിലേറെ ആയിട്ടുള്ള വിഷമങ്ങളെല്ലാം മാറും. ഇനിയിപ്പം പെങ്ങന്മാരെയൊക്കെ നോക്കി അവൻ ആ കുടുംബത്തിലെ ഏറ്റവും മൂത്ത പുത്രനായിട്ട് നിന്ന് പറഞ്ഞ 2-3 പെങ്ങന്മാരെ നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള പ്രാപ്തി ആയിട്ടുണ്ട് അവന്. കാരണം അവൻ നന്നാകാനുള്ള രീതിയിലായിട്ടുണ്ട്. അവൻ ഇനി എല്ലാ പ്രാപ്തിയിലെത്തും, ക്ലിയർ ആയിട്ടുള്ള പ്രാപ്തിയിലെത്തും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പറയാം നന്നായാൽ കൊള്ളാം, കാരണം ഇവനൊക്കെ ഇങ്ങനെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ ഇവനൊക്കെ കാരണം കൊണ്ട് എനിക്ക് ഷോപ്പിൽ പോലും പോകാൻ പറ്റത്തില്ല, പല രീതിയിലും അല്ല ഞാൻ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങളെ അതിന് കാരണം അങ്കിളും തന്നെയല്ലേ. അങ്കിൾ ഈ പോലീസുകാരെ വെറുപ്പിച്ചുകൊണ്ടല്ല അവർ ആവശ്യമില്ലാത്ത രീതിയിൽ അങ്ങളുടെ മകൻ്റെ പേര് കുത്തി ഏൽപ്പിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ശരിയാ മനു, ഇനി ഞാനും ആ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇനി ശ്രദ്ധിക്കാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശരി എന്ന് പറയും. അത് കഴിഞ്ഞുകൊണ്ട് മനു അലീനെ വിളിക്കാനും രോഹിത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. നീയും അവനും പെങ്ങന്മാരാ എന്നുള്ള രീതി മനസ്സിലാകുന്നുണ്ട്. നിങ്ങളെല്ലാം ഇനി അവർ നോക്കിക്കോളും, ഒരു കുഴപ്പമില്ല, ഇനി അവനെ കൊണ്ട് നിനക്ക് ഉപദ്രവമല്ല ഉപകാരം ഉണ്ടാകത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് പനുവേട്ട വളരെ ഉപകാരം. കാരണം എന്നെ തിരിച്ചറിയുക, കാരണം ആരും ഇല്ലാത്തൊരു അനാഥയായി മാറിക്കൊണ്ടിരുന്ന ഞാൻ ഇപ്പം എല്ലാവരും സ്നേഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ല. കാരണം ദൈവം പരീക്ഷണം തരുമെങ്കിൽ പോലും പിന്നീടും എന്നെ കൂടുതൽ എന്നെ ചേർത്ത് നിർത്തുന്നുണ്ടല്ലോ എന്നുള്ള രീതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് പറയുമ്പോഴത്തേക്ക് കൃഷ്ണമോളോടും പറയുന്നുണ്ട്, കൃഷ്ണമോളുടെ അലീന് പറയുന്നുണ്ട് ഇതുപോലെ രോഹിത്ത് റിസൾട്ടൊക്കെ അറിഞ്ഞിട്ട് റിസൾട്ട് അറിഞ്ഞിട്ട് നല്ല പോസിറ്റീവ് മൈൻഡോടെ വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കൃഷ്ണമോൾ പറയുക ഇതൊക്കെ നേരത്തെ ചെയ്താൽ പോരായിരുന്നു, നേരത്തെ ചെയ്തിട്ട് ഇതെല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു, രോഹിത്തേട്ടനും നമുക്കും എല്ലാവർക്കും വളരെ ഉപകാരമായി മാറിയനെന്ന് പറയുമ്പോഴത്തേക്ക് അന്നെ പറയാം അതിനൊക്കെ ഓരോ സമയമുണ്ടല്ലോ മോളെ, ദൈവം ഓരോ സമയങ്ങളും ഓരോ പാഠങ്ങളിലൂടെയാണ് ഓരോരുത്തരെ ഇതൊക്കെ മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇപ്പം പല കാര്യങ്ങളും നമുക്കും ചെയ്തു കൊടുക്കാൻ പറ്റി. എനിക്ക് അവനെ രക്ഷപ്പെടുത്താനോ അല്ല അവനെ ഒരു രക്ഷപ്പെടുത്തുന്ന ഒരു മാർഗത്തിലൂടെ എനിക്ക് പോകാൻ പറ്റിയതുകൊണ്ട് അതൊരു വളരെ ഉപകാരമായില്ലേ എന്നുള്ള രീതിക്ക് പറയുമ്പോഴത്തേക്ക് ശരിയാ ചേച്ചി, ഇനിയിപ്പം അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെ നിന്നുകൊണ്ട് ചേട്ടൻ നോക്കിക്കോളും, കാര്യങ്ങളെല്ലാം നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് നിർത്തുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത്. ഇനി വരാനിരിക്കുന്ന വിശേഷം കൂടുതലായിട്ട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ദിവസവും 2 മണിക്കും 2:30 ഇടയ്ക്ക് ഉച്ചയ്ക്ക് ഇടുന്നതാണ്. ആരും മിസ് ചെയ്യാതെ കാണണമെന്ന് പറഞ്ഞ് ഒരു കൂടി ഓർപ്പിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇവിടെ പറഞ്ഞ് സൈനിക്കും. താങ്ക് യു.